നമ്മളിപ്പോൾ ലണ്ടനിലാണ്. ലണ്ടനിലെത്തിയിട്ട് ഇത് മൂന്നാമത്തെ ദിവസം രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി പുറത്തിറങ്ങി. ഇന്ന് നമ്മൾ ലണ്ടന് പുറത്തേക്കുള്ള യാത്രയാണ്. വിൻസർ കാസിൽ എന്ന പ്രശസ്തമായ ഒരു കൊട്ടാരക്കെട്ടുകളുണ്ട്. ബ്രിട്ടീഷ് രാജാവിൻ്റെ വാസയിടമാണ്. അതുകൂടാതെ ഗ്രേറ്റ് ബാത്ത്, റോമൻ ബാത്ത് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ലണ്ടനിൽ നിന്ന് ഏതാണ്ട് ഒരു 120-130 കിലോമീറ്റർ അകലെയാണ്. പിന്നെ സ്റ്റോൺ ഹെഞ്ചസ് എന്നറിയപ്പെടുന്ന ചരിത്ര നിർമ്മിതികൾ. ഇങ്ങനെ ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ സതേൺ ഇംഗ്ലണ്ടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ളൊരു ദീർഘമായ യാത്രയാണ് ഇന്നത്തെ പദ്ധതി. അപ്പോൾ മാർബിൾ ആർച്ചിൽ പോയി കാത്തു നിൽക്കണം. ഞാൻ ഒരു പ്രീമിയം ടൂർസ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൂറിന് വേണ്ടി. കാരണം നമ്മളൊരു ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളെ കൂട്ടിയൊന്നും പോകാവുന്ന സാഹചര്യത്തിലല്ല. ആദ്യകാലമാണ്, 10-20 കൊല്ലം മുമ്പത്തെ യാത്രയാണ്. എനിക്ക് വലിയ പരിചയങ്ങളൊന്നും ലണ്ടനിൽ ആരെയില്ല. ഇന്നത്തെ അത്ര ആളുകൾ അങ്ങോട്ട് കുടിയേറി എത്തിയിരിക്കുന്ന കാലവുമല്ല. അവിടെ ഇവിടെയൊക്കെ മലയാളികളുണ്ട്, പക്ഷേ അവരൊന്നുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിൻസറിലേക്കും മറ്റും പോകുന്ന ഒരു ടൂർ നടത്തുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ മാർബിൾ ആർച്ചിൽ പോയി രാവിലെ 7:30 ആകുമ്പം കാത്തു നിൽക്കാനാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് നടന്നു. എൻ്റെ വാച്ചിലെ സമയത്തിൽ 7:30 കഴിഞ്ഞു. 8 8 ബസ് വരുന്നില്ല. അപ്പോൾ എനിക്ക് സംശയമായി, ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നത്തെ ടൂർ ക്യാൻസൽ ചെയ്തോ, അതോ എൻ്റെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലേ? ആകെപ്പാടെ ടെൻഷനായി. ഇവരുടെ കമ്പനിയിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൃത്യം 7:30 ബസ് അവിടെ എത്തും. ഇപ്പോൾ 7:08 ആയല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ 8 മണിയായല്ലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടുത്തെ സമയമാണ് ഈ പറയുന്നത്? ഇവിടുത്തെ സമയം അനുസരിച്ച് ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ വിൻ്റർ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ഒക്ടോബറിൻ്റെ അവസാനത്തെ ഞായറാഴ്ച മുതൽ മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച വരെ ഇവിടുത്തെ സമയത്തിനൊരു മാറ്റമുണ്ട്. ഇത് ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുന്ന പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല, ചിലർ അറിഞ്ഞൊന്നും വരില്ല. അവിടെ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. 1 മണിക്കൂർ പുറകോട്ടാക്കി വെക്കും ഒരു സമയം വിൻ്ററിൽ. അതായത് ഇപ്പോൾ രാവിലെ 7 മണിയാണെങ്കിൽ വിൻ്റർ മാസത്തിൽ അവിടെ ഇപ്പോൾ 6 മണിയേ ആയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ രാവിലെ 9 മണിക്ക് ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ വിൻ്റർ മാസത്തിൽ നമ്മൾ 10 മണിക്ക് ചെന്നാൽ മതി, അപ്പോഴേ അവിടെ 9 മണി ആയിട്ടുണ്ടാവുള്ളൂ. വൈകി നേരം വെളുക്കുന്നത് കൊണ്ടും നേരം അസ്തമിക്കുന്നത് കൊണ്ടും ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ ഞാൻ വെറുതെ വന്ന് ആ തണുപ്പും കൊണ്ട് മഞ്ഞും കൊണ്ട് ആ മാർബിൾ ആർച്ചിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നു. പറഞ്ഞ സമയത്ത് തന്നെ ബസ് എത്തി. പ്രീമിയം ടൂർസ്. ഒരാൾ ഇറങ്ങി വന്നു. അയാൾ എൻ്റെ വൗച്ചർ നോക്കി അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് കുറേയേറെ പാശ്ചാത്യരായ ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലെ സീറ്റുകളൊക്കെ ഏതാണ്ട് ഇടം പിടിച്ചു കഴിഞ്ഞു. ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടന്നിടത്ത് ഞാനും പോയിരുന്നു. അപ്പോൾ എൻ്റെ മറുവശത്തെ സൈഡിൽ ഒരാൾ സിംഗിളായിട്ട് എന്നെപ്പോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ഒരു ചൈനക്കാരനുണ്ട്. അയാൾ എന്നെ വിഷ് ചെയ്തു, ഞാനും അയാളെ വിഷ് ചെയ്തു. വണ്ടി ഓടി തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ബസ്സിലുള്ള ബഹുഭൂരിപക്ഷം പേരും വൃദ്ധരായ ആളുകളാണ്, സായിപ്പുമാരാണ്, ഭാര്യാഭർത്താക്കന്മാരാണ് പലരും യാത്ര ചെയ്യുന്നത്. ഞാനും ഈ ചൈനക്കാരനും മാത്രമാണ് സിംഗിളായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നീണ്ട യാത്രയാണ്. മുമ്പിൽ ഒരാളുണ്ട്, ഏറ്റവും മുമ്പിലെ സീറ്റിൽ. അദ്ദേഹത്തിൻ്റെ പേര് പീറ്റ് എന്നാണെന്ന് അദ്ദേഹം മൈക്ക് എടുത്തിട്ട് പറഞ്ഞു. നമ്മളിനി നേരെ വിൻസറിലേക്ക് പോവുകയാണെന്നും ഏതാണ്ട് 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ടെന്നും പറഞ്ഞു. രാവിലെ നഗരം ഉണർന്നു വരുന്നതേ ഉള്ളെന്നും നഗരത്തിൻ്റെ ചരിത്രവും കഥകളും കടന്നു പോകുന്ന സ്ട്രീറ്റിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. പീറ്റ് നല്ല നീളമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് എൻ്റെ ടിക്കറ്റ് പരിശോധിച്ച് എന്നെ അകത്തേക്ക് കയറ്റി വിട്ടത്. വേറെ ഇച്ചിരി പ്രായമായ ഒരാളാണ് ഡ്രൈവർ. നല്ല വെള്ളക്കാർ, തനി ബ്രിട്ടീഷുകാർ ബസ് ഓടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഈ ചൈനക്കാരൻ എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കും. അയാൾക്ക് ഇംഗ്ലീഷ് വലിയ നിശ്ചയമില്ല. അദ്ദേഹം ഇവിടെയുള്ള ഏതോ ബന്ധുക്കളുടെ അടുത്തേക്ക് വന്ന ഒരാളാണ്. ബന്ധുക്കൾ ജോലിക്ക് പോകുന്നൊരു ദിവസം, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, ഇയാളെ ബസ്സെ കയറ്റി വൈകിട്ടത്തേക്ക് കാഴ്ചയെ കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്നതാണ്. ചൈനീസ് ബന്ധുക്കളാരോ ഈ ലണ്ടനിൽ താമസിക്കുന്നുണ്ട് അങ്ങേരുടെ. അവരുടെ അതിഥിയായിട്ട് ഏതാനും ദിവസത്തേക്ക് ഇവിടെ വന്നയാളാണ്. പുള്ളിക്ക് ഇംഗ്ലീഷ് വലിയ നിശ്ചയമില്ല. ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടിച്ച് സംസാരിച്ച് മനസ്സിലാക്കി. ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. നഗരം പിന്നിട്ടു. പിന്നെ ഗ്രാമപ്രദേശങ്ങളുടെ ആയി ഓട്ടം. നഗരത്തിന് പുറത്തുള്ള ബ്രിട്ടൻ്റെ ഗ്രാമങ്ങൾ രസകരമാണ്, നല്ല സുന്ദരമാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ പുൽമേടുകൾ, അതിവിശാലമായ പുൽമേടുകൾ, വെട്ടിയൊരുക്കിയിട്ട പോലെ. സ്വിറ്റ്സർലൻഡിൻ്റെ ഒക്കെ ഒരു ഭൂപ്രകൃതി പോലെ തന്നെ സുന്ദരമാണ്. വൃത്തിയുള്ള തെരുവുകൾ, മനോഹരമായ പാതകൾ, പാതയോരത്ത് ഗ്രാമീണ ശൈലിയിലുള്ള വീടുകൾ, ട്രഡീഷണൽ ശൈലി എല്ലായിടത്തും നിലനിർത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേ കനാലുകൾ കടന്നു പോകുന്നുണ്ട്. കനാലുകൾ വെട്ടിയുണ്ടാക്കിയ കനാലാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നേർരേഖ പോലത്തെ കനാലുകൾ. ഈ കനാലുകളിലൂടെ ബോട്ടുകൾ ഓടുന്നുണ്ട്, അധികം ഉയരമില്ലാത്ത ബോട്ടുകൾ. ബോട്ടിന് അധികം ഉയരമില്ലാത്തതിൻ്റെ കാരണം ഇടയ്ക്കിടയ്ക്കെല്ലാം പാലങ്ങളുണ്ട്. ഈ പാലത്തിന് അടിയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഇംഗ്ലണ്ടിൻ്റെ ഉൾനാടുകളിലൂടെയൊക്കെ ധാരാളം കനാലുകളുണ്ട്. ഈ കനാലുകളിലൂടെയൊക്കെ ഉള്ളൊരു യാത്ര രസകരമായ അനുഭവമാണ്.
ഇനിയുള്ളൊരു യാത്രയിൽ ഇംഗ്ലണ്ടിൻ്റെ ഈ ഉൾനാടുകളിലെ കനാലിലെ ബോട്ടുകളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഈ രണ്ടാമത്തെ യാത്രയിലും എനിക്കത് സാധ്യമായില്ലായിരുന്നു. അങ്ങനെ ബസ് ഓടി വിൻസർ എന്ന് പറയുന്ന പട്ടണത്തോടടുത്തു. വിൻസറിനോട് അടുക്കുമ്പോൾ ബസ്സിൻ്റെ ഒരു വശത്ത് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ വിശാലമായൊരു പുൽമേടാണ്. പുൽമേടിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു കൂടാരം പോലത്തെ ഒരു കെട്ടിടം കാണാം. അപ്പോൾ നമ്മുടെ പീറ്റ് മൈക്കെടുത്തിട്ട് പറഞ്ഞു, ആ കാണുന്ന മന്ദിരമുണ്ടല്ലോ, അവിടെ വെച്ചാണ് ബ്രിട്ടീഷ് രാജാവും ജനങ്ങളുടെ പ്രതിനിധിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പിട്ടത്. മാഗ്ന കാർട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മാഗ്ന കാർട്ട ഒപ്പിട്ട സ്ഥലമാണത്. അപ്പോൾ അതൊക്കെ ചരിത്രത്തിൻ്റെ സുപ്രധാനമായൊരു സ്ഥലമാണല്ലോ ഈ മാഗ്ന കാർട്ട ഒപ്പിട്ട സ്ഥലം എന്നൊക്കെ പറയുന്നത്. മാഗ്ന കാർട്ട എന്നൊക്കെ നമ്മൾ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറ അത് കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഈ മാഗ്ന കാർട്ട ഒപ്പിട്ട സ്ഥലമൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തു. വണ്ടി ഓടിക്കൊണ്ടിരുന്നു. വിൻസർ പട്ടണത്തിലേക്ക് കയറി. വിൻസർ പട്ടണം എന്ന് പറയുന്നത് ഒരു രാജനഗരം. ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിലാണ് ഔദ്യോഗിക കാര്യങ്ങൾക്കെല്ലാമായിട്ട് രാജാവും കുടുംബവും ഒക്കെ താമസിക്കുന്നതെങ്കിലും വീക്കെൻഡ് ആകുമ്പോഴും അല്ലെങ്കിൽ ഒഫീഷ്യലായ പല പരിപാടികൾക്ക് വേണ്ടിയും വിദേശ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ അവർക്ക് ഡിന്നർ കൊടുക്കാൻ വേണ്ടിയിട്ടും കുടുംബാംഗങ്ങൾ ഒത്തുചേരാൻ വേണ്ടിയിട്ടും പ്രൈവറ്റായ ഒത്തുചേരലുകൾക്കും ഒക്കെ ഈ വിൻസർ കാസലിലേക്കാണ് രാജാവും കുടുംബാംഗങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പട്ടണമാണ് വിൻസർ. മാത്രമല്ല വിൻസർ കാസിൽ എന്ന് പറയുന്ന ഏതാണ്ട് 10-17 ഏക്കർ സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു കാസിലുണ്ട്. വലിയൊരു കൊട്ടാരക്കെട്ടാണ്. വലിയൊരു മതിലും അതിനുള്ളിലായിട്ടുള്ള വലിയ എടുപ്പുകളും കോട്ടകളും കൊത്തളങ്ങളും എല്ലാം ആയിട്ടുള്ള വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിലാണ് രാജാവ് കുറേയേറെ സമയം ഒരു വർഷത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്. കൂടാതെ ഈ കൊട്ടാരത്തിന് ചുറ്റും ഉദ്യാനങ്ങൾ, പുൽമേടുകൾ, വനം ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് ഏക്കർ കൊട്ടാരത്തിൻ്റേത് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു രാജനഗരം തന്നെയാണ്. കൂടാതെ ഇവിടേക്ക് ധാരാളം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും എത്തും. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ ഉപജീവിച്ച് ഒരു നഗരം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഓടി നമ്മളൊരു ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് ബസ് കൊണ്ടുപോയി നിർത്തി. പീറ്റ ഒരു പ്രസംഗം നടത്തി. അതായത് നമ്മൾ 11:45 ഇവിടുന്ന് തിരിച്ചു പോകും. അതിനിടയ്ക്ക് ഞാൻ നിങ്ങളെ കൊട്ടാരത്തിന് മുന്നിലേക്ക് കയറ്റി വിടും. കൊട്ടാരത്തിനകത്തെ കാഴ്ചകളിലൂടെ നമുക്ക് നടക്കാം. അത് കഴിഞ്ഞ് നിങ്ങളൊരു 11 മണിയാകുമ്പോഴത്തേക്കും കൊട്ടാരത്തിന് മുന്നിലെ ആ മൈതാനത്തിലേക്ക് വന്നാൽ അവിടെ ഗാർഡുകളുടെ പരേഡ് നടക്കുന്നുണ്ട്. കൊട്ടാരം ഗാർഡുകളുടെ പരേഡ്. ആ പരേഡ് നിങ്ങൾ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കണ്ടോളുക. അത് പരമാവധി ഒരു 30 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഇന്ന് കാണരുത്. അത് കഴിഞ്ഞ് നേരെ നടന്നോളുക. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പാർക്കിങ്ങിലെത്താം. 11:45 നമ്മുടെ ബസ് പുറപ്പെട്ടിരിക്കും. പ്രത്യേകം ഓർത്തോണം, 11:45 സമയം തെറ്റിക്കരുത്. എന്നിട്ട് അയാൾ എൻ്റെ നേരെ ഒന്ന് നോക്കി. ഇന്ത്യക്കാരനോട് പ്രത്യേകമായിട്ട് പറയുന്നു, ഇന്ത്യയിലെ സമയമല്ല ഇവിടുത്തെ സമയമാണ് നിങ്ങൾ പാലിക്കേണ്ടത്, ഓർത്തോണം. എല്ലാ യാത്രയിലും ഒരു ഇന്ത്യക്കാരനെയെങ്കിലും എനിക്ക് ഇവിടെ വെച്ച് നഷ്ടപ്പെടാറുണ്ട് എന്ന് പ്രത്യേകം പുള്ളി എടുത്ത് പറയുകയും ചെയ്തു. സമയം പാലിക്കാത്തതിൻ്റെ പേരിൽ എനിക്കൊരു ചെറിയ ചമ്മലായി. ഇങ്ങനെ എന്നെ പരിഹസിക്കേണ്ട കാര്യമില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പ് വെച്ച്. അപ്പോൾ ഒരു ചെറു ചിരിയോടെ ബാക്കി സായിപ്പന്മാരെല്ലാം എന്നെ ഒന്ന് നോക്കി. പീറ്റ് ഒരു നീളം കോട്ടൊക്കെ ഇട്ടിരിക്കുന്നു, ഒരു ട്രാക്കുള്ളയുടെ പോലത്തെ ഒരു വേഷമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. മുമ്പേ നമ്മൾ നടന്ന് കയറി ചെല്ലുന്നത് അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വിൻസർ റോയൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതിനൊരു കാരണമുണ്ട്. റോയൽ റെയിൽവേ സ്റ്റേഷൻ പേരിടാൻ കാര്യമുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് അക്കാലത്ത് വന്നിരുന്നത് രാജാവിൻ്റെ ട്രെയിൻ മാത്രമാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോ പ്ലാറ്റ്ഫോം. അതായത് ട്രെയിനിൽ നിന്ന് 2 സൈഡിലേക്ക് ഇറങ്ങിയാലും പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇവിടെ ആകപ്പാടെ ഒരു ട്രെയിനേ വരാനുള്ളൂ. അത് ലണ്ടനിൽ നിന്ന് രാജാവും രാജകുടുംബാംഗങ്ങളും പരിവാരങ്ങളും സഹായികളും ഭടന്മാരും എല്ലാം ആയിട്ട് വരുന്ന ഒരു ട്രെയിൻ ഇവിടെ വന്നിരിക്കും. അതേന്ന് രാജാവ് ഇവിടെ ഇറങ്ങും. അപ്പോഴത്തേക്കും കാർ വന്നിട്ടുണ്ടാകും കൊട്ടാരത്തിൽ നിന്ന്. അതിൽ ആഘോഷമായിട്ട് കൊട്ടാരത്തിലേക്ക് പോകും. തിരിച്ച് ലണ്ടനിലേക്ക് പോകാനും ഒരു ദീർഘകാലം, ഒരു 10-100 കൊല്ലത്തിലേറെ കാലം ഇതാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ട്രെയിനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പീറ്റ് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അവിടെ പഴഞ്ചനൊരു എഞ്ചിൻ കിടപ്പുണ്ട്. നല്ല ക്ലാസിക് തേച്ച് മിനുക്കി നല്ല രാജകീയ പ്രതാപത്തിലാണ് കിടക്കുന്നത്. പഴയ ആവി എഞ്ചിനാണ്. കൂടാതെ 1-2 ബോഗികളുണ്ട്. രാജാവും രാജ്ഞിയും ഒക്കെ സഞ്ചരിച്ചിരിക്കുന്ന ബോഗി. ഞാനാ പോകുന്ന സമയത്ത് എലിസബത്ത് രാജ്ഞിയാണ് ഭരണത്തിൽ. അപ്പോൾ രാജ്ഞിയും പരിവാരങ്ങളും വരുന്ന തീവണ്ടി, മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വിൻസർ കാസിലിൻ്റെ കോട്ടകൊത്തളങ്ങൾ കാണുകയായി. അതിവിശാലമായ പുൽമേട്, നല്ല പച്ച പരവതാനി വിരിച്ച പോലത്തെ വലിയൊരു പുൽമേട്. ആ പുൽമേടിൻ്റെ അതിരിൽ അതിഗാംഭീര്യത്തോടെ നിൽക്കുന്ന കൊട്ടാരക്കെട്ടുകൾ, കാസിലുകൾ. അതാണ് വിൻസർ കാസിൽ. ലോകത്തിലെ തന്നെ ഇപ്പോഴും രാജാവ് വസിക്കുന്ന ഏറ്റവും പുരാതനമായ കാസിലുകളിലൊന്നാണ്, കൊട്ടാരങ്ങളിലൊന്നതാണ്. ചുണ്ണാമ്പ് കല്ലിൻ്റെ ആ റഫ്നെസ്സാണ്. പക്ഷേ അതിനൊരു ആനച്ചന്തമുണ്ട്, അതിനൊരു ഭംഗിയുണ്ട്. പക്ഷേ അതിനകത്ത് എല്ലാ ആഡംബരങ്ങളും ഉണ്ട്, കോടാനുകോടിയുടെ സമ്പത്തുണ്ട്. അതിനകത്ത് ഇപ്പോഴും രാജാവ് വസിക്കുന്ന ഭാഗമുണ്ട്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷേ പണ്ടത്തെ രാജാക്കന്മാർ വസിച്ചിരുന്ന, അവരെ സ്വീകരിച്ചിരുന്ന, അവരുടെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന, അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ കിരീടം പോലുള്ള, സിംഹാസനങ്ങൾ പോലുള്ള കാഴ്ചകൾ, ഇങ്ങനെയുള്ള പല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗത്ത് ക്യാമറ അനുവദിക്കില്ല. അതിനകത്തൂടെ കയറി ഇറങ്ങി കാണാം. ഇതിന് പല ഇടവഴികളും മുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഗാർഡുകൾ നടക്കുന്നത് കാണാം. ഈ സമയമായപ്പോഴത്തേക്കും ധാരാളം ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. ടൂറിസ്റ്റുകളുടെ ഒഴുക്കായി അങ്ങോട്ട്. ടിക്കറ്റ് എടുത്ത് വേണം ഇതിനകത്ത് കയറാൻ. ഞാനിങ്ങനെ പല വഴികളിലൂടെ നടന്നു, പല കാഴ്ചകളിലൂടെ പോയി ഷൂട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല. അവരൊക്കെ അവരവരുടെ കാഴ്ചകളുടെ ഇഷ്ടമുള്ള കാഴ്ചകളിലേക്കൊക്കെ പോയി. ഞാൻ തനിച്ചായി നടത്തം. പല കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. ഞാൻ വാച്ച് നോക്കുമ്പോഴത്തേക്കും 11 ആകാറായിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാമറയായിട്ട് ഈ മുൻഭാഗത്തേക്ക് വന്നു. മുൻഭാഗം റോഡിനോട് ചേർന്ന ഭാഗത്ത് വലിയൊരു മൈതാനമാണ്. പരേഡ് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരു പോലീസുകാരൻ റോഡിലെ ഗതാഗതമെല്ലാം നിർത്തിച്ച് വഴിയെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പേ പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ബ്യൂഗിൾ ശബ്ദം ഒരിടത്തുനിന്ന് കേൾക്കുന്നു. അപ്പോൾ ഒരറ്റത്തു നിന്നാണ് കേൾക്കുന്നത്, അകലേന്നാണ്. അങ്ങോട്ട് നോക്കി ഞാൻ ക്യാമറയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബാൻഡ് സെറ്റുകാരുടെ ആദ്യ ഒരു സംഘം കടന്നു വരുന്നു. ഗംഭീരമായ ബാൻഡ് പെർഫോമൻസാണ്. അതിൻ്റെ പുറകെ പ്രത്യേക വേഷങ്ങൾ ധരിച്ച കൊട്ടാരം ഗാർഡുമാർ, അവരുടെ പരേഡാണ്. കരടിയുടെ രോമം പോലത്തെ ഒരു രോമത്തൊപ്പിയൊക്കെ വെച്ച് ഇവരിങ്ങനെ ആചാരപരമായ ചുവടുകളോടെ ഇങ്ങനെ നടന്നു വരുന്നു. അവർ കടന്നുപോയി. ഞാൻ കുറേ നേരം അവരുടെ പുറകെ നടന്നു. കുറേ ആംഗിളുകളിൽ ഷോട്ടുകളൊക്കെ എടുത്തു. അപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ളവരെയൊന്നും കാണുന്നില്ല. അവരൊക്കെ ഇതിലേ പോയി എന്നൊരു ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ഈ ചൈനക്കാരനെ പോലും കാണുന്നില്ല. ഇതെവിടെ പോയി എന്ന് എനിക്കൊരു സംശയമായി. ഒരു അരമണിക്കൂർ നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരിച്ച് ഓടാൻ തീരുമാനിച്ചു. കാരണം സമയം കളയാൻ പാടില്ല. കാരണം ഇത്തരം നാടുകളിലെ ടൂർ ഗൈഡുകൾ വളരെ കർക്കശക്കാരാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ തന്നെ വേണം തിരിച്ചു പോകാൻ, അതാണ് വഴി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി അതിനകത്തൂടെ കടന്ന് നമ്മൾ പാർക്കിങ്ങിലേക്ക് ചെന്നു. പാർക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ബസ് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ പീറ്റ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ അക്ഷമനായിട്ട് നിൽക്കുന്നുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അകത്ത് കയറിയിരുന്നു. അപ്പോഴത്തേക്കും ഓരോരുത്തർ വന്നിട്ടുണ്ട്. കുറച്ച് പേര് ഓൾറെഡി അതിനകത്ത് വന്നിരിപ്പുണ്ട്. കറക്റ്റ് 11:45 പീറ്റ് വണ്ടിക്കകത്തേക്ക് കയറി വന്നു. എണ്ണം എടുത്തു. ഒരാൾ കുറവ്. ഇതാരാണ് കുറവ്? ഒന്നുകൂടെ നോക്കി. അപ്പോൾ ഒരാൾ കുറവ്. നമ്മുടെ ചൈനക്കാരൻ വന്നിട്ടില്ല. അപ്പോൾ പീറ്റ് ചോദിച്ചു, ആരാണ് വരാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ പീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഫ്രണ്ട് എവിടെ പോയി? ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടല്ല, എനിക്ക് പരിചയമില്ല, രാവിലെ വന്നപ്പോൾ കണ്ടതേ ഉള്ളൂ, അദ്ദേഹം ചൈനക്കാരനാണ്. അദ്ദേഹത്തെ വിളിക്കൂ, നമ്പറുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ നമ്പറൊന്നുമില്ല, ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓ, അത് ശരി. അപ്പോൾ ഈ പീറ്റിൻ്റെ കയ്യിലും ഈ ചൈനക്കാരൻ്റെ നമ്പറില്ല. അങ്ങേരുടെ പേര് അറിയാം, അതിൻ്റെ ഒരു ലിസ്റ്റിനകത്തുണ്ട് ആ പേര്, പക്ഷേ ഇവരുടെ ഫോൺ നമ്പറൊന്നും അതിനകത്തില്ല, ആ ലിസ്റ്റിലില്ല. ഉടനെ പീറ്റ് ഈ ബുക്കിംഗ് ഓഫീസിലേക്കോ ആരൊക്കെയോ വിളിക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി വിളിക്കുന്നു. കുറേ നേരം ആരെയൊക്കെ സംസാരിക്കുന്നു. ഇവരുടെ കമ്പനി വിളിക്കുന്നു. ഇയാളുടെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരു 5 മിനിറ്റ് കൂടെ കടന്നുപോയി. ഉടനെ പീറ്റ് അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഇത്തരം ടൂറുകളിൽ യൂറോപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ സമയനിഷ്ഠ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്ക് വേണ്ടി ബാക്കി 29 പേര് കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. സമയം എന്നത് വളരെ സുപ്രധാനമാണ്. ഇനിയുള്ള കാഴ്ചകളിലേക്ക് എത്തുമ്പോഴും അവിടെ നമുക്ക് സമയനിഷ്ഠ പാലിച്ചേ പറ്റൂ. നമ്മുടെ ലഞ്ചാവട്ടെ, ഇനി കയറാൻ പോകുന്ന സ്ഥലങ്ങളാവട്ടെ, അവിടെയൊക്കെ സമയം പാലിക്കണം. അതുകൊണ്ട് നമ്മൾ 2 മിനിറ്റ് കൂടെ കാത്തു നിൽക്കും. അതിനകം നമ്മുടെ സുഹൃത്ത് വന്നില്ലെങ്കിൽ നമ്മൾ യാത്ര പുറപ്പെടും. എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇങ്ങേരുമായിട്ട് സംസാരിച്ചപ്പോൾ കുറച്ച് വിവരങ്ങൾ ഞങ്ങൾ സംസാരിച്ചുള്ളെങ്കിലും അതിൽ നിന്ന് മനസ്സിലായ കാര്യം, ഈ മനുഷ്യൻ കുറച്ച് ദിവസം അവധിക്ക് വേണ്ടി ബന്ധുക്കളെ കാണാൻ വേണ്ടി ലണ്ടനിലേക്ക് വന്നയാളാണ്. അങ്ങേർക്ക് വലിയ പരിചയമൊന്നുമില്ല. ലണ്ടനിലെ സായിപ്പ് പറയുന്ന ഇംഗ്ലീഷ് പോലും അയാൾക്ക് ചൊവ്വേനേരം മനസ്സിലായിട്ടില്ലെന്നാണ് അങ്ങേര് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് പിടികിട്ടിയത്. അപ്പോൾ ഇയാളിവിടെ പെട്ടുപോയ എന്ത് സംഭവിക്കും? ഇയാൾ എങ്ങനെ ഇനി തിരിച്ചു പോകും? ഇയാളെ കൂടാതെ ബസ് പോയി കഴിഞ്ഞാൽ ഇയാൾ തിരിച്ച് ലണ്ടനിലേക്ക് എങ്ങനെ ചെല്ലും? ലണ്ടനിൽ എവിടെ ചെന്ന് അയാൾ ഇറങ്ങും? അയാളുടെ ഇനി ബന്ധുക്കളുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഞാൻ ഈ ബസ്സിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ചൈനക്കാരൻ അതിലെങ്ങാനും വരുന്നുണ്ടോ? 2 മിനിറ്റും കടന്നുപോയി, അയാളെ കാണുന്നില്ല. ബസ് ഓടിത്തുടങ്ങി. ബാക്കിയുള്ളവർ നിർവികാരമായിട്ട് ആ ബസ്സിനകത്തിരുന്നു. ഞാനിങ്ങനെ പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആ ചൈനക്കാരൻ എങ്ങാനും വരുന്നുണ്ടോ? അയാളെ വഴിയിൽ എങ്ങാനും ഉണ്ടോ? ഇല്ല, കണ്ടില്ല. ബസ് ഓടിത്തുടങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം പരിചയക്കാരാരുമില്ലാത്തവരടുത്ത്, ഭാഷ ചൊവ്വ അറിയാത്തവരടുത്ത് ഒരു ബസ്സിൽ ഇവിടെ വന്നിട്ട് ബസ് നമ്മളെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. വീണ്ടും ബസ് ഓടി ഗ്രാമങ്ങളിലേക്ക് കയറി. ഞാൻ ക്യാമറ എടുത്ത് പുറത്തെ കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ടിരുന്നു. ഈ ഗ്രാമീണ കാഴ്ചകൾ ബ്രിട്ടൻ്റെ ഉൾനാടുകളിലേത് അതിഗംഭീരമാണ്, അതിമനോഹരമാണ്. വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഞാനീ പോയ 2005 കാര്യമാണ് ഞാനീ പറയുന്നത്. ചാൾസ് ഡിക്കൻസിൻ്റെയൊക്കെ നോവലുകളിൽ, ഒലിവർ ട്വിസ്റ്റ് പോലുള്ള നോവലുകളിൽ, ഒലിവർ ട്വിസ്റ്റൊക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് ഈ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ആ ബാലൻ, അയാളുടെ ജീവിതം അതൊക്കെ കടന്നുപോയത് ഇത്തരം ഗ്രാമങ്ങളിലല്ലേ എന്ന് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഒലിവർ ട്വിസ്റ്റ് വായിച്ചപ്പം മനസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഈ ഉൾഗ്രാമങ്ങളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. എന്നിട്ടത് ആസ്വദിച്ചു.
ആ മനുഷ്യർ നടന്നുപോയത്, ആ മനുഷ്യർ ജീവിച്ചത് ഒക്കെ ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഓടി ഓടി സാലിസ്ബറി സമതലം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് എത്തി. എവിടെയും പുൽമേടുകളാണ്. ഒരു രാജ്യം മുഴുവൻ ഇങ്ങനെ ലോൺ പിടിപ്പിച്ചിട്ടേക്കുന്നത് എത്ര രസകരമാണെന്ന് ചിന്തിച്ച് നോക്കി. പീറ്റ് മൈക്കെടുത്തിട്ട് പറഞ്ഞു, നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റോൺ ഹെഞ്ചസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും പുരാതനമായ ചില നിർമ്മിതികളുടെ സമീപത്തേക്കാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, 5000 വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ പണിത ഒരു ക്ഷേത്രമാണോ അതോ ഒരു ജ്യോതിശാസ്ത്ര കേന്ദ്രമാണോ ആ ഒരു അത്ഭുത നിർമ്മിതിയുടെ സമീപത്തേക്ക് നമ്മൾ എത്തുകയാണ്. ബസ് പാർക്കിങ്ങിൽ പോയി നിന്നു. ഇറങ്ങുമ്പോൾ ഒരാൾ കുറവ്, ബാക്കി 29 പേരുണ്ട്. ഞങ്ങൾ നടന്നു. നമ്മൾ ഈ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രദേശത്തേക്ക് എത്തുകയാണ്. ശരിക്കും 5000 വർഷത്തിൻ്റെ ചരിത്രമുള്ള ഒരു സ്ഥലമാണെങ്കിലും വലിയ അത്ഭുതപരമായ നിർമ്മിതികളൊന്നുമല്ല നമ്മൾ കാണുന്നത്. കൂറ്റൻ കുറേ തൂണുകൾ, കല്ലുകൾ ഈ ഒരു വൃത്താകാരത്തിൽ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ ചില കല്ലുകൾക്ക് ഏതാണ്ട് 9 മീറ്റർ വരെ ഉയരമുണ്ട്. 9 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും. അതിൽ കുറേ ഭാഗം ഭൂമിക്ക് അടിയിലേക്കുണ്ട്. ചിലത് 3 മീറ്റർ വരെയുള്ള കല്ലുകളുമുണ്ട്. അത് 1 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളത്. അതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പുരാതന മനുഷ്യർ, 5000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരാരാധനാലയമായിരുന്നോ അത്, അതോ അവരുടെ ഒരു ജ്യോതിർഗോളങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്നറിയില്ല, അതോ അവരുടെ പൂർവികരെ വല്ലവരെ സംസ്കരിച്ച സ്ഥലമാണെന്നറിയില്ല, അവരുടെ ബലി പോലുള്ള എന്തെങ്കിലും ആഭിചാര ക്രിയകൾ നടന്നിരുന്ന സ്ഥലമാണെന്നറിയില്ല. ഇപ്പോഴും ഗവേഷകർക്ക് തർക്കമാണ് ഇതെന്തിനു വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്ന്. ഇപ്പോഴും അതിൻ്റെ സമീപത്തൊക്കെ പര്യവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെ ഈ ശിലകൾ എന്തിനു നാട്ടി, വേറെയുമുണ്ടോ, ഇവിടെ ഒരു നഗരമുണ്ടായിരുന്നോ, അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ, ഇതന്വേഷിച്ചുള്ള ഉത്ഖനനങ്ങൾ അതിൻ്റെ സമീപത്തൊക്കെ നടക്കുന്നുണ്ട്. ഞാനീ പോകുന്ന നാളുകളിലൊക്കെ ഒരത്ഭുത നിർമ്മിതിയാണിത്. അതിന് ചുറ്റും നടക്കാം. അപ്പോൾ ഈ ഓഡിയോ ഗൈഡിലൂടെ ഓരോ കല്ലിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെയും ചരിത്രം, പ്രാധാന്യം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടെ ഒരു 1/4 മണിക്കൂർ നേരത്തെ ആവശ്യമുള്ളൂ. ഞാനതെല്ലാം ഷൂട്ട് ചെയ്ത് അതിലൂടെ നടന്നു. അവിടെ ഓഡിയോ ഗൈഡ് തിരിച്ചേൽപ്പിക്കണം. അത് തിരിച്ചേൽപ്പിച്ച് ബസ് പാർക്കിങ്ങിലേക്ക് വന്നു. ഞാൻ ബസ് പാർക്കിംഗ് വരുമ്പോഴത്തേക്കും എല്ലാവരും ബസ്സിനകത്തുണ്ട്. എല്ലാവരും ഒന്ന് വരണ്ടിട്ടുണ്ട്. താമസിച്ചാൽ ബസ് വിട്ടു പോകുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ബസ് കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. പീറ്റിന് വളരെ സന്തോഷമായി എല്ലാവരും സമയത്ത് വന്നതിൽ. എന്നാൽ ഒരാളെ നഷ്ടപ്പെട്ടതിലെ ദുഃഖമൊന്നും പുള്ളിയോടൊത്തും പ്രകടിപ്പിച്ച് കണ്ടില്ല. മഞ്ഞുകാലം തുടങ്ങിയതുകൊണ്ട് വഴിയിലൊന്നും അധികം ആളുകളില്ല. പുൽമേടുകളിൽ പലയിടത്തും ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ കാണാം. പിന്നെ നമ്മൾ ഓടി ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ്. ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോഴും വഴിയിലൊന്നും ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഇന്നൊരു ജോലി ദിവസമായതുകൊണ്ട് ആളുകളെല്ലാം ജോലി സ്ഥലത്തേക്ക് പോയതുകൊണ്ടാണെന്നറിയില്ല, വീടുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇനി ചെല്ലുന്നത് നോർട്ടൺ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു തനി ഗ്രാമത്തിലേക്കാണ്. ഒരു പുരാതന ഗ്രാമം, അതായത് ഒരു 700-800 കൊല്ലം മുമ്പ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇനി നമ്മുടെ ഉച്ചഭക്ഷണം. ഉച്ചയായിരിക്കുന്ന സമയം. പീറ്റ് മൈക്കെടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഗംഭീരമായൊരു സ്ഥലത്താണ്. നിങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അതെന്താണെന്നറിയോ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ജോർജ് ഇൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതൊരു സത്രമായിരുന്നു. 700 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു സത്രമാണത്. അക്കാലത്ത് ഏറ്റവും വലിയ സമ്പന്നർ, അന്നത്തെ കച്ചവടക്കാരൊക്കെ വന്നാൽ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ കുതിരയും കുതിരവണ്ടിയൊക്കെ പൂട്ടിയിടുകയൊക്കെ ചെയ്യുന്ന പഴയ ഒരു സത്രം. വലിയ പ്രൗഢമായൊരു സ്ഥലമായിരുന്നു അന്നത്. അവിടെ ബാറ്, മദ്യം ലഭിക്കുമായിരുന്നു, ഭക്ഷണം ലഭിക്കുമായിരുന്നു, അത്യാവശ്യം താമസ സൗകര്യം കിട്ടുമായിരുന്നു. അവിടെ ഇന്ന് വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പ്രത്യേകം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. നിങ്ങളും പ്രിവിലേജ്ഡാണ്. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും. അവിടെ 1 മണിക്കൂർ സമയമുണ്ട്. ഭക്ഷണം കഴിച്ച് ചെറുതായൊരു വിശ്രമം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നോർട്ടൺ സെൻറ്റ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് ബസ് കയറി. കല്ലുകൊണ്ട് പടുത്ത കെട്ടിടങ്ങൾ, ചുവരൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, മുഴുവൻ കല്ലുകൊണ്ട് പണിത വീടുകൾ, ഇടുങ്ങിയ സ്ട്രീറ്റുകളാണ്. പണ്ട് കുതിരവണ്ടിക്ക് പോകാൻ മാത്രം വീതി പണിത സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ കൂടെ ബസ്സൊക്കെ പോകുന്നത്. പഴയ കെട്ടിടങ്ങളാണ്, കല്ലുകൊണ്ടുള്ള മേൽക്കൂരയാണ്, സ്ലേറ്റ് കല്ലുകൾ കൊണ്ടുള്ള മേൽക്കൂര, ചിലത് ഓടിട്ടതാണ്. കല്ലുകൊണ്ട് മാത്രം പണിത പ്രാകൃതമായ രീതിയിൽ പണിത കെട്ടിടങ്ങൾ, 700-800 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ. അതിപ്പോഴും മനുഷ്യർ വസിക്കുന്നു. അതിനകത്ത് ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഇപ്പോഴും സത്രങ്ങൾ പ്രവർത്തിക്കുന്നു, റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ ജോർജ് ഇൻ എന്ന് പറയുന്ന ആ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. രസകരമായൊരു കാഴ്ച. എനിക്കങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റ് അങ്ങ് കൂടിയിട്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടാന്ന് തന്നെ ഞാനങ്ങ് തീരുമാനിച്ചു. കാരണം ഈ ഗ്രാമം പകർത്തിയെടുക്കണം. 1 മണിക്കൂർ കൊണ്ട് ഈ നോർട്ടൺ സെൻറ്റ് ഫിലിപ്പ് എന്ന് പറയുന്ന ഗ്രാമത്തെ പകർത്തിയെടുക്കണം. ഇതാണ് ശരിക്കുള്ള 1000 കൊല്ലം മുമ്പത്തെ ബ്രിട്ടീഷ് ഗ്രാമം. ഇന്നും അതുപടി നിലനിർത്തിയിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ഗ്രാമത്തെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യം മുഴുവൻ നടന്നാലും നമ്മൾ കാണില്ല. എത്ര ഭംഗിയായിട്ട് സംരക്ഷിച്ചിരിക്കുന്നു. അതേ ശൈലി പഴയ യക്ഷിക്കഥകളിൽ, ബ്രിട്ടീഷ് യക്ഷിക്കഥകളിൽ, ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു ഗ്രാമം. ചാൾസ് ഡിക്കൻസിൻ്റെ ഒക്കെ കഥകളിൽ, നോവലുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള അതേ ഗ്രാമത്തിലേക്ക് നമ്മൾ ചെന്നിറങ്ങിയിരിക്കുകയാണ്. അതിഗംഭീരമായ ആംബിയൻസാണ്.
അതിമനോഹരമായൊരു കെട്ടിടമാണ്. ആ പൗരാണിക ഭാവം എല്ലാം ഉള്ള 2 നിലയുള്ളൊരു കെട്ടിടമാണ് ജോർജിന്. ഇയാൾ പീറ്റ് വിളിച്ചു, എല്ലാവരും വരൂ, പെട്ടെന്ന് ലഞ്ച് കഴിക്കാം. അകത്തേക്ക് കയറി ചെന്നു. ഈ ലഞ്ച് ഇൻക്ലൂഡഡ് അല്ല, എന്നുവെച്ചാൽ ഈ ടൂറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതിനകത്തില്ല, നമ്മൾ കാശ് കൊടുത്ത് ലഞ്ച് കഴിക്കണം. അവിടെ ചെല്ലുമ്പോൾ ലഞ്ച് സെറ്റ് മെനുവാണ്. ആ സെറ്റ് മെനുവിന് 30 പൗണ്ടാണ് ഫീസ്. 30 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 3000 ചില്ലാനം രൂപ വരും. എനിക്ക് 2 പ്രശ്നങ്ങളാണ് തോന്നിയത്. ഒന്ന്, 3000 രൂപ ഒരു ലഞ്ചിന് മാത്രം ചിലവഴിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. ഈ വഴിയരികിലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് മേടിച്ചാൽ 2 പൗണ്ടിനോ 3 പൗണ്ടിനോ എനിക്ക് ആ സാധനം കിട്ടും. അത് മതി. ഒരു കുപ്പി വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ലഞ്ചിൽ ആവശ്യമാണ്. 2, ഇവരുടെ ഈ ചടങ്ങുള്ള 1 മണിക്കൂർ നീണ്ട ഈ ലഞ്ച് കഴിക്കുന്ന സമയം കൊണ്ട് എനിക്ക് ഈ ഗ്രാമം മുഴുവൻ പകർത്തിയിട്ട് വരാം. അതുകൊണ്ട് ഞാൻ പീറ്റിനോട് പറഞ്ഞു, പീറ്റ്, എനിക്ക് ഷൂട്ട് ചെയ്യലാണ് പ്രധാനം, അതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം, എനിക്ക് ലഞ്ച് വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. ഈ ഓരോ കാഴ്ചകളിലൂടെ നടത്താൻ തുടങ്ങി. ജോർജിൻ എന്ന് പറയുന്ന ഈ കെട്ടിടത്തിന് വലിയ ചരിത്രമുണ്ട്. ചെമ്മരിയാടിൻ്റെ രോമത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ നോർട്ടൺ സെൻറ്റ് ഫിലിപ്പ്. ഈ സത്രത്തിൻ്റെ നേരെ മുമ്പിലുള്ളൊരു മൈതാനത്ത് പണ്ട് ചന്തയാണ് നടന്നിരുന്നത്. അവിടെ ഇതിൻ്റെ കച്ചവടം നടന്നു. ഗ്രാമങ്ങളിൽ നിന്ന് ഈ രോമവുമായിട്ട് ആളുകളോട് വരും, അതിൻ്റെ ട്രേഡിങ് നടക്കും. അത് സൂക്ഷിച്ചിരുന്ന ഗോഡൗൺ ആയിരുന്നു ഇത് സത്രമാകുന്നതിന് മുമ്പ് ഈ ജോർജിൻ എന്ന് പറയുന്ന കെട്ടിടം. അങ്ങനെ ദീർഘമായ ചരിത്രമുള്ള പ്രദേശം. വീണ്ടും ഞാൻ തെരുവുകളിലൂടെയൊക്കെ നടന്ന്, ഇടുങ്ങിയ തെരുവുകളാണ്, അവിടെയൊക്കെ വീടുകൾ. ആ വീടുകളിൽ ഇന്നും മനുഷ്യർ വസിക്കുന്നുണ്ട്. ഈ സൗന്ദര്യം നശിപ്പിക്കുന്ന ഏച്ചുകെട്ടലുകൾ സൗകര്യം അനുസരിച്ച് പണിതാണ് നമ്മുടെ കേരളത്തിലെ ഒരു കെട്ടിടവും വൃത്തിയില്ലാതായിപ്പോയത്. ഇവർ വൃത്തിയോടെ സംരക്ഷിക്കുന്നത് പൗരാണിക ഭാവത്തിലുള്ളൊരു കെട്ടിടത്തിൽ ചില അസൗകര്യങ്ങളുണ്ടെങ്കിലും നാടിൻ്റെ അഭിമാനത്തിന് വേണ്ടി അതിനെ അങ്ങനെ നിലനിർത്തുന്നതുകൊണ്ടാണ്. അതിന് ജനവും കുറച്ച് ത്യാഗം സഹിക്കുന്നുണ്ട്, സർക്കാർ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കൃത്യമായ നിയമം ഉണ്ടാക്കുന്നുണ്ട്. വൃത്തിയുള്ള രാജ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാടെന്തി അങ്ങനെ വരാത്തതെന്ന് ചോദിക്കുന്ന ഓരോ ആളും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആ ചോദിക്കുന്ന ആൾ പോലും അവനവൻ്റെ വീടിനെ ആ പറഞ്ഞ നാടിൻ്റെ പാരമ്പര്യത്തിനൊത്ത രീതിയിലാണോ നിലനിർത്തുന്നത്? അതിന് സാധിക്കാറുണ്ടോ? നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പലവിധ പോരായ്മകളുടെ ഇടയിൽ നമുക്കതൊന്നും കഴിയാറില്ല. അപ്പോൾ ഈ തെരുവുകളിലൂടെ, ഈ ചെറു ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെ എല്ലാം നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചരിത്രത്തെ അതുവഴി നിലനിർത്തുന്ന പല 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 വീടുകൾ, കെട്ടിടങ്ങൾ, പൊതുസ്ഥാപനങ്ങളൊക്കെയാണ്. നോർട്ടൺ സെൻറ്റ് ഫിലിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു 700 കൊല്ലം പുറകോട്ട് സഞ്ചരിച്ചെത്തി അവിടെ അടുത്ത് ലാൻഡ് ചെയ്ത പോലെയുള്ള സ്ഥലമാണ്. ടൈം ട്രാവൽ ചെയ്ത് നമ്മളൊരു ഗ്രാമത്തിലെത്തിയതുപോലെയാണ് ബ്രിട്ടൻ്റെ പഴയകാല ആ ചരിത്രത്തിലേക്ക്. അവിടെ പഴയ പടയാളികളുടെ വേഷം ധരിച്ച ആളുകളും കുറേ കുതിരകളും കുതിരവണ്ടികളും കുതിരക്കുളമ്പൊടിയുടെ ശബ്ദവും ബാൻഡ് മേളത്തിൻ്റെ ബ്യൂകളടിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 700 കൊല്ലം മുമ്പിലേക്ക് ചെന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അതുപോലെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കാറ് കടന്നു പോയെങ്കിലായി, പിന്നെ ഇടയ്ക്ക് ഒരാൾ 2 പട്ടിയൊക്കെ ആയിട്ട് നടന്നു പോകുന്നത് കണ്ടു. അങ്ങനെ അപൂർവം കുറച്ച് മനുഷ്യർ മാത്രം നടന്നു പോകുന്ന സ്ഥലം. പക്ഷേ ടൂറിസ്റ്റ് സീസണിൽ ഇവിടെയൊക്കെ ജനം വന്ന് നിറയും. ഈ ജോർജിൻ്റെയൊക്കെ വരാന്തയിലും മുറ്റത്തുമൊക്കെ നിരത്തിയിട്ട മേശകസേരകളിൽ ബീറും നുണഞ്ഞിങ്ങനെ 100 കണക്കിന് ആളുകൾ നിരന്നിരിക്കും. ഈ നോർട്ടൺ സെൻറ്റ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ ഓരോ തെരുവിലും ടൂറിസ്റ്റുകൾ നിറയും. വിൻ്റർ ആയതുകൊണ്ട്, ഈ സമയം ആയതുകൊണ്ടാണ് അധികം ആളുകളില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. വീണ്ടും ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബാത്ത് എന്ന് പറയുന്നൊരു പട്ടണത്തിലേക്കാണ്. അത് ഒരു 2000 കൊല്ലം മുമ്പുള്ള ഒരു നഗരമാണ്. 2000 കൊല്ലം മുമ്പുള്ളൊരു നഗരം. നമ്മളിപ്പോൾ 700 കൊല്ലം മുമ്പുള്ള ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇനി 2000 കൊല്ലം പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. അത് റോമൻ ബാത്തായിരുന്നു. ഇവിടെയൊക്കെ ഒരു കാലത്ത് 2000 കൊല്ലം മുമ്പ് റോമിൻ്റെ കീഴിലായിരുന്നു. അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരം ഇവിടെയെല്ലാം പടർന്നിരുന്നു. റോമാക്കാർക്ക് കുളിപ്പുരകളുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ ചൂടുനീരോടനുബന്ധിച്ച് കുളിപ്പുരകൾ. അത്തരത്തിൽ റോമാ കാലഘട്ടത്തിൽ പണിത ഒരു കുളിപ്പുര, റോമൻ ബാത്ത്, അതിൻ്റെ ആ നഗരം 2000 കൊല്ലം മുമ്പത്തെ ആ നഗരം അതുപടി സംരക്ഷിച്ചിരിക്കുക. അവിടേക്കാണ് പോകുന്നത്. ഈ റോമൻ ബാത്തിലെ പാർക്കിംഗ് വണ്ടി കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞിട്ട് പഴയ നഗരത്തിലേക്ക് നമ്മൾ നടന്നു. പീറ്റാണ് മുന്നിൽ നടക്കുന്നത്, നമ്മൾ കൂടെ നടക്കുകയാണ്. അപ്പോൾ പീറ്റ് പറഞ്ഞു, ഇവിടെ മറ്റൊരു ഗൈഡ് ഉണ്ടാവും നിങ്ങൾക്ക്, ആ ഗൈഡിൻ്റെ കൂടെയാണ് നിങ്ങൾ പോവുക. കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ബസ് കിടക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് പാർക്കിങ്. ഈ പാർക്കിങ്ങിലേക്ക് തിരിച്ചു വന്നാൽ മതി. ഈ പാർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആബിയുണ്ട്, ബാത്ത് ആബി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആബി എന്ന് പറഞ്ഞാൽ ഒരു മൊണാസ്ട്രി എന്ന് വേണേൽ പറയാം, അല്ലെ പഴയൊരു പള്ളി, മൊണാസ്ട്രി ചർച്ചാണ്. മനോഹരമായൊരു മൊണാസ്ട്രി ചർച്ചാണ്. അതിൻ്റെ സൈഡിലാണ് ഈ പാർക്കിങ്. അപ്പോൾ ഇത് അടയാളം കണ്ടോളുക, അതിൻ്റെ തൊട്ടടുത്താണ് പാർക്കിങ്, അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 മണിയായിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ സമയമുണ്ട്. 5 മണിക്കാണ് നിങ്ങളുടെ ടൂർ തുടങ്ങുക. സന്ധ്യയ്ക്കുള്ള ടൂറാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ ബാത്ത് നഗരം കാണാൻ പോകാം, നിങ്ങൾക്ക് കാഴ്ചകളിലേക്ക് പോകാം. അത് വലിയ സന്തോഷമായി എനിക്ക്. കാരണം ഈ നേരെ ഇരുണ്ട് വരുന്ന ഈ പകലും രാത്രിയും കൂടെ സമ്മേളിക്കുന്നൊരു സമയമാണ്. നല്ല ഫോട്ടോഗ്രാഫിക് ടൈമാണ്. അപ്പോൾ എല്ലാവരും എവിടെയാണ് വരേണ്ടത് 1 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞു തന്നു. ഈ ആബിയുടെ നേരെ മുമ്പിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ
ആ തെരുവുകളിലൂടെ നടക്കുകയാണ്. പണ്ട് കുതിരവണ്ടികൾ ഓടിയിരുന്ന, ആ റോമൻ ഭടന്മാർ നടന്നിരുന്ന, റോമൻ ഗവർണർമാർ ആഘോഷപൂർവ്വം ആനയിച്ചിരുന്ന ആ തെരുവുകളിലൂടെ ഞാനും നടക്കുകയാണ് ക്യാമറയുമായിട്ട്. അതിൽ പല കാലഘട്ടത്തിൽ ചെറിയ ചെറിയ തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ തകർച്ചയെ പുനർനിർമ്മിച്ചത് ആ 2000 കൊല്ലം മുമ്പത്തെ അതേ ടെക്നോളജിയിൽ, അതേ ശൈലിയിൽ, അതേ കലാപൂർണതയോടെ അതിമനോഹരമായ തെരുവുകൾ. ആ തെരുവുകളുടെ 2 ഓരങ്ങളിലും കച്ചവട പീടികകൾ. ഈ കച്ചവട പീടികകൾ അന്നത്തെ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് സുവനീർ കടകളായി മാറി. ടൂറിസ്റ്റുകൾക്ക് വേണ്ട പെയിൻറ്റിങ്ങുകൾ, വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പലവിധ സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ആയിട്ടുള്ള സ്ട്രീറ്റ്. അതിലൂടെ ഒക്കെ ഞാൻ നടന്നു. അതിമനോഹരം. ഞാൻ ഈ കാഴ്ചയെല്ലാം ഷൂട്ട് ചെയ്ത് വീണ്ടും ഈ ആബിയുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പോഴത്തേക്കും പയ്യെ ഓരോരുത്തർ വരുന്നു. 5 മണി ആയപ്പോഴത്തേക്കും ഒരു ലേഡി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ പീറ്റിനെ പോലെയല്ല, വളരെ ഭവ്യതയോടെ പെരുമാറുന്ന, വളരെ കുലീനയായ ഒരു സ്ത്രീ വന്നിട്ട് ഈ ബാത്തിൻ്റെ ചരിത്രം പറയുകയാണ്. റോമൻ കാലഘട്ടത്തിൽ റോമിലെ പ്രമാണിമാർ, ഇവിടുത്തെ പ്രഭുക്കന്മാർ, അവരൊക്കെ തണുപ്പ് കാലത്തും ചൂടുകാലത്തും ഒക്കെ ഒരു ചികിത്സയ്ക്കെന്ന പോലെ വന്നിരുന്ന സ്ഥലമാണ് ഈ റോമൻ ബാത്തുകൾ. ചൂട് നീരുറവകളാണ്. ഭൂമിയിൽ നിന്ന് തിളച്ച വെള്ളം ഇങ്ങനെ ഉറവ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ കുളങ്ങളുണ്ടാക്കി അതിൽ സംഭരിക്കും. എന്നിട്ട് പല കുളങ്ങളുണ്ട്, പല താപനിലയിലുള്ള കുളങ്ങൾ. എന്നിട്ട് മിച്ചം വരുന്ന ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകി എവോൺ നദിയിലേക്ക് ഒഴുകും. എവോൺ നദിയുടെ തീരത്താണ് ഈ ബാത്ത് എന്ന് പറഞ്ഞ നഗരം. അപ്പോൾ അന്ന് റോമാക്കാർ അവരുടെ ഏറ്റവും മികച്ച ആർക്കിടെക്ചറൽ ശൈലിയിൽ അതീവ കലാപരമായിട്ടാണ് ഈ പൂളുകൾ, അതിനുള്ള മേൽക്കൂരകൾ, ആ കുളിക്കാനുള്ള ബാത്ത് ഹൗസുകൾ ഇതെല്ലാം നിർമ്മിച്ചത്. ആ പ്രഭുക്കന്മാർ, സമ്പന്നരായ ആളുകളൊക്കെ ഈ വെള്ളത്തിൽ വന്ന് ഇങ്ങനെ നീരാടും. കുഴമ്പിട്ട് കുളി, എണ്ണക്കുളി, ഇങ്ങനെ പലതരം കുളികളുണ്ട്. ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് ഒരു നടുമുറ്റം പോലെ ഉള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ മേൽക്കൂരയില്ല. അതിന് ചുറ്റും ആളുകൾക്ക് വിശ്രമിക്കാനുള്ള മുറികൾ കാണാം. നടുക്കൊരു നടുമുറ്റം. ഈ നടുമുറ്റത്തിന് ചുറ്റുമുള്ള മുറികളിൽ പ്രഭുക്കന്മാർ വന്ന് തൈലലേപനം അല്ലെങ്കിൽ തിരുമ്മൽ, എണ്ണയിട്ടുള്ള പിടുത്തം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കുളിക്കാനുള്ള സ്ഥലമാണ്. വീണ്ടും നമ്മൾ ചെല്ലുന്നത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന വലിയൊരു കുളമാണ്. 1.5 മീറ്റർ ആഴമുള്ള ആ കുളത്തിന്. അതിനകത്ത് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ആവി പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കാലിടരുത്, കൈയിടരുതെന്നൊക്കെ ഗൈഡ് പ്രത്യേകം പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം ഒരു ഭാഗത്തോട്ട് ഒഴുകിപ്പോയി ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറുകയാണ്, ഒരു ടണലിനകത്തേക്ക്. ഈ ടണൽ നേരെ എവോൺ നദിയിലേക്കാണ് പോകുന്നത്. അതിനകത്തൊക്കെ ആവി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോഴും എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചൂട് നീരുറവ ഒഴുകുന്നു. ഗ്രേറ്റ് ബാത്തിൻ്റെ ചുറ്റും കൽത്തൂണുകളാണ്. ഈ കൽത്തൂണുകളിൽ ഇപ്പോഴും ഒരു 2000 കൊല്ലം മുമ്പത്തെ എന്ന പോലെ തന്നെ പന്തങ്ങൾ കൊളുത്തി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ ആ മുറ്റത്തെങ്ങനെ നിൽക്കുമ്പോൾ അതിന് ചുറ്റും പന്തങ്ങൾ കത്തുന്ന തൂണുകൾ, മുകളിൽ നീല ആകാശം എന്ന് പറഞ്ഞാൽ ഇരുട്ട് പരന്നു തുടങ്ങിയ നേരം ഇരുണ്ടു വരുന്ന ആകാശം. ഈ സമയത്ത് നമ്മളൊരു 2000 കൊല്ലം മുമ്പത്തെ ഈ ഗ്രേറ്റ് ബാത്തിൽ പന്തം കത്തിച്ച് വെച്ച് റോമൻ പ്രഭുക്കന്മാർ കുളിക്കാൻ വന്നിരുന്ന ഒരു ആംബിയൻസിലേക്ക് നമ്മൾ അങ്ങ് എത്തുകയാണ്. ഒരു വല്ലാത്ത അനുഭൂതിയാണ്. അവിടെ നമ്മൾ കണ്ണടച്ച് സങ്കല്പിക്കണം. ഇവിടെ ആ റോമൻ പടയാളികൾ അവിടെ ചുറ്റും കാവലതിക്കുന്നത്, റോമൻ പ്രഭുക്കന്മാർ, ജൂലിയസ് സീസറിൻ്റെയും ഒക്കെ വേഷത്തിൽ ആളുകൾ കടന്നു വരുന്നത്, അവരുടെ പരിചാരികമാർ, വീഞ്ഞുമായി വരുന്ന സുന്ദരിമാരായ ആളുകൾ, വീഞ്ഞ് പയ്യെ ചഷകത്തിലേക്ക് ഒഴിച്ച് നീട്ടിക്കൊടുക്കുന്നവർ, അങ്ങനെയുള്ള ആ ആഠ്യത്വം നിറഞ്ഞ ആ റോമൻ ജീവിതകാലം, അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടിങ്ങനെ നടന്ന് പിന്നെ വീണ്ടും വൃത്താകാരത്തിലുള്ള ഒരു കുളത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു. അതിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഒരു റാമ്പിലൂടെ നടക്കുന്നു. അങ്ങനെ ആ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഏതാണ്ട് 1 മണിക്കൂർ നേരം കൊണ്ട് ആ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നു. ഗൈഡ് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഞങ്ങൾ ബസ്സിനടുത്തേക്ക് ചെന്നു. അപ്പോൾ പീറ്റ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ബസ് ഓൺ ചെയ്തിട്ടുണ്ട്. ബസ്സിനകം ചൂടാക്കിയിട്ടുണ്ട്. ഈ കൊടും തണുപ്പിൽ നിന്ന് ബസ്സിനകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു സുഖം. പീറ്റ് മൈക്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ മടക്കയാത്ര തുടങ്ങുകയാണ്. നിങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം ഓർമ്മിക്കുക. ഇനി ഒരു 2 മണിക്കൂർ നേരം അത് ചിന്തിച്ചിരിക്കുക. ആ കാഴ്ചകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ബസ് ഓടിക്കൊണ്ടിരുന്നു. ഇനി ഒരു 2 മണിക്കൂർ ഉടനെ ലണ്ടനിലെത്താൻ. അപ്പോൾ ഞാൻ എൻ്റെ ഇടതുവശത്തേക്ക് നോക്കി. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. എൻ്റെ ചൈന സുഹൃത്ത്. അയാളിപ്പോൾ എവിടെയായിരിക്കും? അലഞ്ഞു നടക്കുകയാണോ? അതോ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയോ? അറിയില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.